SFI നേതാവ് അഭിമന്യു വധക്കേസിൽ 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധി പറയണമെന്ന് ഹൈക്കോടതി. വിചാരണ കോടതിക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്കാണ് നിർദ്ദേശം നൽകിയത്. അഭിമന്യുവിന്റെ അമ്മ ഭൂപതിയുടെ ഹർജിയിലാണ് നിർദ്ദേശം. ഇനി സമയപരിധി നീട്ടി നൽകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. 2018 ജൂലൈ 2 പുലർച്ചെയാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ 2ാം വർഷ വിദ്യാർത്ഥിയും SFI നേതാവുമായ അഭിമന്യു കൊല്ലപ്പെട്ടത്. ആജ്ഞ രവീന്ദ്രൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ 8 വർഷം, അതായത് കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ചൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു. ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഇര കൂടിയായിരുന്നു അഭിമന്യു. പ്രത്യേകിച്ചും CPM അധികാരത്തിരുന്ന സമയത്ത് 2 തവണ ഇടതുപക്ഷ സർക്കാരായിരുന്നു ആ കാലയളവിലൊക്കെ ഭരിച്ചത്. അതായത് അത്രയധികം ഒരു വശത്ത് SDP അടക്കം പ്രതിക്കൂട്ടിലായൊരു കേസ്. പക്ഷേ വിചാരണ നീണ്ടുപോയി. വിധി വരാൻ 8 വർഷത്തെ കാലതാമസം ഉണ്ടാകുന്ന ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. 4 മാസത്തിനകം വിധി പറയണമെന്ന്. എന്തായാലും കേരളം ആഗ്രഹിക്കുന്ന ഒരു വിധിയാകണം ഈ കേസ്, അഭിമന്യു വധക്കേസ്. കാരണം ഇത്രയധികം നിരവധി ക്യാമ്പസുകളിൽ ഇതുപോലെ വിദ്യാർത്ഥികളുടെ, സാധുക്കളായ മനുഷ്യരുടെ ചോര വീണിട്ടുണ്ട്. കർശനമായ നടപടി ഈ വിഷയത്തിൽ വേണമെന്ന് കേരളത്തിലെ പൊതുസമൂഹം കൂടി ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും എന്താണ് ഇന്ന് ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത് ആജ്ഞ? അഭിമന്യുവിന്റെ അമ്മ ഭൂപതി നൽകിയിരിക്കുന്ന ഹർജിയിലാണ് ഈ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് വിചാരണ നടപടികൾ 4 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇനിയും സമയപരിധി നീട്ടി നൽകില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കോടതി എടുത്തു പറയുകയുണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് 2024 ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ കോടതിയെ സമീപിച്ചിരുന്നു. അഭിമന്യുവിന്റെ അമ്മ ഭൂപതി തന്നെ കോടതിയെ സമീപിച്ചിരുന്നു. 2024 ഡിസംബറിലാണ് ആ ഹർജിയുമായി കോടതിയിൽ അവരെത്തുന്നത്. അതിനുശേഷം 2025 ജനുവരിയിൽ ഈ കേസ് 9 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. അതുവരെയും, അതായത് ഈ 2018 ജൂലൈ 2 അഭിമന്യു കൊല്ലപ്പെടുന്നത്. തുടർന്ന് ഇങ്ങോട്ട് 6 വർഷത്തോളം ഈ കേസിൽ യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. അത്തരത്തിലൊരു നടപടിക്രമങ്ങൾ, അതായത് പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് കേസിന്റെ നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. 16 പ്രതികൾ ഈ കേസിൽ കുറ്റക്കാരാണ് എന്നുള്ള കുറ്റക്കാരാണ് എന്ന് കോടതി വിധിക്കുന്നത് പോലും ഈ ഇടപെടലിന് ശേഷമാണ്. തുടർന്ന് 2026 ജൂലൈ ആദ്യ വാരത്തിലാണ് ഈ കേസിലെ പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ള 16, അതായത് മുഹമ്മദ് ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ള വിധി വരുന്നതും തുടർന്ന് ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. അതേസമയം തന്നെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതികൾ കോടതിയെ സമീപിച്ചിരിക്കുന്ന ഹർജിയും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. പക്ഷേ വിചാരണ നടപടികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇങ്ങനെയൊരു, അതായത് സമയപരിധി നീട്ടി നൽകില്ല എന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോടതി എടുത്തു പറയുന്ന സാഹചര്യം എന്ന് പറയുന്നതും ഈ 2025 ഇതിൽ 9 മാസത്തിനകം പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ ഹൈക്കോടതി മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ അത് പാലിച്ചില്ല എന്ന് വേണം പറയാൻ. അതിനുശേഷം ഇപ്പോൾ 8 വർഷത്തിന് ശേഷമാണ് അഭിമന്യു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിന്റെ വിചാരണ നടപടികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് കേട്ടോ. ആജ്ഞ എന്തായാലും ഇത് ഹൈക്കോടതി ഈ വിഷയത്തിൽ കർശനമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ വിചാരണ നടപടികൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? മറ്റു നടപടികൾ ഇനി എങ്ങനെയായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയുടെ തുടർ നടപടികൾ ഇനി എങ്ങനെയായിരിക്കും? നിലവിൽ ഇതുവരെ ആ കുറ്റക്കാരൊക്കെ എന്നുള്ള സാഹചര്യം മാത്രമേ, അതിലൊക്കെ കാര്യം മാത്രമേ കോടതി ബോധ്യപ്പെടുത്തിയിട്ടുള്ളൂ. അതിൽ അവർക്കുള്ള ശിക്ഷാവിധി, തുടർന്നുള്ള നടപടികളുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ വിചാരണ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു സാഹചര്യം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഫേസ് ചെയ്തിരുന്നു. ഹൈക്കോടതി ഈ വിഷയത്തിലും ഇടപെട്ടതാണ്. എന്തായാലും 8 വർഷത്തിന് ശേഷമാണ് അതായത് ഈ ക്യാമ്പസ് രാഷ്ട്രീയ കൊലപാതകത്തിന്റെ
അവസാനത്തെ ഇര എന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന അഭിമന്യുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളും അതല്ലെങ്കിൽ വിചാരണ നടപടികളും ഇപ്പോൾ അവസാനിപ്പിക്കണമെന്നുള്ള കോടതി ഇടപെടൽ ഉണ്ടാകുന്നത് തന്നെ 8 വർഷത്തിന് ശേഷമാണ്. 8 വർഷവും അതായത് പ്രധാനമായി കേരളത്തിലെ ക്യാമ്പസ് ഫ്രണ്ട് അതല്ലെങ്കിൽ SDPI പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ ആളുകളൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്രവർത്തകരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കൊലപാതകം എന്നുള്ള നിലയിൽ വലിയ അധികം രാഷ്ട്രീയ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്ന ഒരു കൊലപാതകമാണ്. അതുമാത്രമല്ല ചുവർ എഴുത്തുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്ര വലിയൊരു സംഘർഷത്തിലേക്ക് എത്തിയതും. അഭിമന്യുവിനൊപ്പം തന്നെ മറ്റു വിദ്യാർത്ഥികളും ഇതിൽ പരിക്കേൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അഭിമന്യുവിന്റെ കൊലപാതകത്തിനൊപ്പം തന്നെ മറ്റു വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റ സാഹചര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും കേരളത്തിന്റെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ അങ്ങേയറ്റം കറപുരണ്ട ഒരു ഏട് കൂടിയാണ് അഭിമന്യു കൊലപാതകം. അതിൽ തന്നെ അമ്മ ഭൂപതി പലതവണയാണ് ഇപ്പോൾ കോടതിയിൽ വിചാരണ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ 2024 ഡിസംബറിൽ കോടതിയെ സമീപിക്കുന്നു. തുടർന്ന് 2025 ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഡിസംബറിൽ കോടതിയെ സമീപിച്ചപ്പോൾ ജനുവരിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഹൈക്കോടതി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് നൽകിയിരുന്നതാണ്. പക്ഷേ എന്നിട്ടും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. 16 പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ള കണ്ടെത്തിയതല്ലാതെ മറ്റ് നടപടിക്രമങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അത് വേഗം പൂർത്തീകരിക്കണം, അടിയന്തരമായി പൂർത്തീകരിക്കണം എന്നുള്ളത് വീണ്ടും അഭിമന്യുവിന്റെ അമ്മ തന്നെ ഭൂപതി തന്നെ നൽകിയിരിക്കുന്ന ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. 4 മാസത്തിനകം പൂർത്തീകരിക്കണം. അത് മാത്രമല്ല ഇനി സമയപരിധി നീട്ടി നൽകില്ല എന്നുള്ള കോടതി അന്ത്യശാസനം കൂടിയാണ് ഈ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.